ശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അത്ഭുതത്തിൻ്റെ ഒരു ദൈവത്തെയാണ് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മൾ പരിചയപ്പെടുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ നൽകുന്ന ഒരു കർത്താവുണ്ട്. ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മുടെ ജീവിതത്തെ തളച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളെ മോചിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തി, അത്ഭുത വിടുതലിൻ്റെ ശക്തി ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. അതിലൂടെ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ ഇടവകകൾ എല്ലാം വിടുതൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ തിരുവചന ശുശ്രൂഷയിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി കടന്നു വരുന്ന ഈ അത്ഭുത നിമിഷങ്ങളിൽ പ്രാർത്ഥനാപൂർവം തിരുവചന സന്ദേശം ശ്രവിക്കുവാൻ നമുക്കൊരുങ്ങാം. പ്രിയമുള്ളവരെ, ഞാൻ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കാനഡയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ അവിടെ ധ്യാനം കഴിഞ്ഞ് ഒരു കുടുംബം ഞങ്ങൾക്ക് അയച്ച ഒരു ഇമെയിലിൻ്റെ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. അവിടെ ഒരു കുടുംബം, ആ കുടുംബം അവിടെ ധ്യാനിക്കാനായിട്ട് വന്നപ്പോൾ അവർ ഞങ്ങളെ കണ്ട് സംസാരിച്ചു. അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഞങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചു. വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇരിക്കാനും പറ്റത്തില്ല, കിടക്കാനും പറ്റത്തില്ല, നടക്കാൻ മാത്രമേ പറ്റൂ. കാരണം അത്രയും അധികം ഒരു വലിയ രോഗത്തിൻ്റെ നടുവിൽ, വലിയ വേദനയുടെ നടുവിലാണ് ഞാൻ. ആ സഹോദരിയോട് ചോദിച്ചു, എന്താ പ്രശ്നം? സഹോദരി പറഞ്ഞു, കഴിഞ്ഞ 21 വർഷക്കാലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് വാസ്കുലിറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗമെന്നാണ് അതിനെ ആ ഡോക്ടർമാർ പറഞ്ഞത്. ഇവിടെ എല്ലാം ട്രീറ്റ് ചെയ്തു ഇന്ത്യയിൽ. എന്നിട്ട് യാതൊരു വ്യത്യാസവുമില്ല, യാതൊരു കുറവുമില്ല. ഇന്ത്യയിൽ അലോപ്പതി നോക്കി, ഹോമിയോപ്പതി നോക്കി, സിദ്ധ നോക്കി, അങ്ങനെ തുടങ്ങിയ എല്ലാ മാർഗങ്ങളും അവർ പരീക്ഷിച്ചിട്ടും ഈ രോഗത്തിന് ഒരു പരിഹാരമില്ല. ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ കാലിൽ, സഹോദരിയുടെ കാലിൽ ഒരു വ്രണമുണ്ടായി, അതിങ്ങനെ പഴുത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ പഴുത്തൊലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒത്തിരി വലിയ ബാൻഡേജുകളൊക്കെ കെട്ടിയിട്ടേ പുറത്ത് പോകാൻ പറ്റൂ. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി. ജോലിക്ക് പോകുമ്പോൾ, നേഴ്സായിട്ട് ജോലി ചെയ്യുക, ജോലിക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്ന് പേപ്പർ വർക്ക് നടത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഇരിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. വീട്ടിൽ വന്ന് ആരോടെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. കടന്നുകൊണ്ട് മാത്രമേ ആ സഹോദരിക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി. ഒരു പറയാം, ഞങ്ങൾ എല്ലാ മാർഗ്ഗങ്ങളും നോക്കി. പിന്നീട് ആ സഹോദരി അവിടെ ജോലി ചെയ്യുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ കാനഡയ്ക്ക് വാ, കാനഡയിൽ വന്നാൽ വലിയ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഡോക്ടർമാരെ നമുക്കൊന്ന് കാണിക്കാം. അങ്ങനെ അവിടുത്തെ ഡോക്ടർമാരെ എടുത്തു കൊണ്ടുപോയി. ആ ഡോക്ടർമാരും പരിശോധിച്ചു. അവർ ആ രോഗത്തിൻ്റെ ഒരു പേരിട്ടു. അതിൻ്റെ പേര് ഡോക്ടേഴ്സ് ടേംഡ് ഇറ്റ് ആസ് ന്യൂറോപ്പതിക് അൾസേഴ്സ് ഫോർ വിച്ച് നോ വൺ നോസ് ദ കോസ് ഓർ എനി റീസൺ. അതിൻ്റെ കാരണം എന്താണെന്നോ അതിൻ്റെ പരിഹാരം എന്താണെന്നോ ഒരാൾക്കും അറിയത്തില്ല എന്നാണ് ആ ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ അവർ വളരെ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവിടെ ഞങ്ങൾ നടത്തിയ ധ്യാനം നടക്കുന്നത്. ആ ധ്യാനത്തിൻ്റെ സമയത്ത് ഈ സഹോദരി അതിനു മുമ്പ് വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ധ്യാനം കൂടണമെന്ന് ആഗ്രഹമുണ്ട്, ഇരിക്കാൻ പറ്റത്തില്ല. അച്ഛനും ഞങ്ങൾ 3 പേരും കൂടെ പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു. ആ സഹോദരിയോട് വന്ന് ധ്യാനം കൂടാൻ പറഞ്ഞു. ആ സഹോദരി 3 ദിവസമായിട്ട് അവിടെ നടന്ന ആ ധ്യാനത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നു. 3ാമത്തെ ദിവസം ആ സഹോദരി വന്നിട്ട് പറയുക, എൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലാ കിട്ടിയ, ഞാനിങ്ങനെ ഇരുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. എന്നിട്ട് ആ സഹോദരി അവിടുന്ന് പെട്ടെന്ന് 3ാമത്തെ ദിവസത്തെ അഭിഷേക പ്രാർത്ഥന തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. വലിയ വിടുതൽ കിട്ടി. ആ സഹോദരി റൂമിൽ പോയിട്ട് ആ കാലൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ആ കാലിലെ പഴുപ്പ് പൂർണ്ണമായിട്ടും വിട്ടുപോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ സഹോദരി അവിടെ നിന്ന് അന്ന് വൈകുന്നേരത്തെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം ജോലിക്ക് പോയി. 3ാമത്തെ ദിവസം ആ സഹോദരിയുടെ ഭർത്താവ് ഞങ്ങൾക്ക് അയച്ച ഇമെയിലാണിത്. ആ ഇമെയിലിലൂടെ പറയുകയാണ്, കർത്താവ് അത്ഭുതകരമായിട്ട് വിടുതൽ കൊടുത്തു. ആ സഹോദരിക്ക് ജോലി ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വളരെ സന്തോഷം, ഉറങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു വിടുതൽ കർത്താവ് ആ മകളുടെ ജീവിതത്തിൽ കൊടുത്തു. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം, ജെറമ്യാ 30:8, അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. നമ്മുടെ ജീവിതത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും, രോഗത്തിൻ്റെ ദുരാത്മാക്കളെയും, പൈശാചിക പീഡകളെയും ബന്ധിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളിൽ നിന്റെ ജീവിതത്തെ നീ വിട്ടുകൊടുക്കുക. ദൈവവചനമാകുന്ന ശക്തി നിന്റെ ജീവിതത്തിൽ ഈ രാത്രി പ്രവർത്തിക്കും. നിന്നെ അലട്ടുന്ന പ്രശ്നം എന്തു തന്നെയായിരുന്നാലും, ഏതു തരത്തിലുള്ള രോഗമായിരുന്നാലും, ഏതു തരത്തിലുള്ള ജീവിത പ്രയാസങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നെങ്കിലും, ഈ സമയം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നീ വ്യാപരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടും. നിന്റെ കെട്ടുകളെല്ലാം പൊട്ടിക്കും. ബന്ധനങ്ങളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുവാൻ അവിടത്തേക്ക് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൻ്റെ
5 മാറും തിരുവചനങ്ങൾ. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവിയിനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തർ മാനിലെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും, തപിച്ച മണലാരണ്യം ജലാശയമായി മാറും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന സംഭവിക്കുന്ന അത്ഭുത മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രവാചകനായ യേശയ്യായിലൂടെ ദൈവം പറയുന്നത്. അത്ഭുതകരമായ വിടുതലുകളും രോഗശാന്തികളും ആത്മീയ അഭിഷേകവും നിരവധിയായ അനുഗ്രഹങ്ങളും ഈ തിരുവചന സന്ദേശ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, പ്രയാസങ്ങൾക്ക്, രോഗങ്ങൾക്ക്, കഷ്ടപ്പാടുകൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം സ്വർഗം തുറന്ന് ഇറങ്ങി വരുന്ന അനുഗ്രഹീത നിമിഷങ്ങളാണിത്. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞാൻ ലണ്ടനിലായിരുന്ന കാലഘട്ടങ്ങളിൽ ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ഇടയായി. ഞങ്ങൾ നാട്ടിലേക്ക് പോരുന്ന വഴിക്ക് അവിടെ വണ്ടി ഇട്ടിട്ട് പോരണം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ കുടുംബം ഞങ്ങളോട് പറയുക, ഇന്ന് ജിജുമോൻ ബ്രദറിനും കുടുംബത്തിനും ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു, എന്നാ പ്രശ്നം? ഞങ്ങൾക്ക് കൊച്ചുണ്ടായിട്ട് 3 മാസമായി, ഇതുവരെയും ഞങ്ങൾ രാത്രി ഉറങ്ങിയിട്ടില്ല. ചോദിച്ചു, പ്രശ്നം എന്താ? അപ്പോൾ പറഞ്ഞു, കൊച്ച് ഭയങ്കര കരച്ചില, രാത്രിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് കരയും, ഈ ഞങ്ങൾ പിടിച്ചാലും നിൽക്കത്തില്ല, ഭയങ്കര പ്രതിസന്ധിയാണ്, ഞങ്ങൾക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും മാറി കുറച്ച് പേരെ ഒരാൾ നോക്കും, പിന്നീട് മറ്റേ ആൾ ഭാര്യയും ഭർത്താവും ഇങ്ങനെ മാറി നോക്കുകയാണ്. ഞാൻ അവിടെ രാത്രി അവരുടെ കൂടെ ഇരുന്നു, ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലിയതിനു ശേഷം ഒരുമിച്ച് അവരെയും കൂട്ടി, മാതാപിതാക്കളാണല്ലോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ ഏറ്റവും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, അവരെയും കൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, ഈ കുഞ്ഞിനെ ശല്യപ്പെടുത്തുന്ന എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും, എല്ലാ ദുരാത്മാക്കളെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ സഭയോട് ചേർന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവർ, എന്നിട്ട് അവരോട് പറഞ്ഞു, ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു അത്ഭുതം അവർ കണ്ടു. ആ കുഞ്ഞ് വളരെ ശക്തമായിട്ട് ഞങ്ങൾ സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ തന്നെ കുഞ്ഞ് ഉറങ്ങിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു, എന്തോ ഒരു മാറ്റം കാണുന്നുണ്ട്. അവർക്ക് സന്തോഷമായി. അവർ ഒരുമിച്ച് കടന്നു, കൊച്ചുമായിട്ട് കടന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഇച്ചിരി ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഇവർ പറയുക, വളരെ സ്വസ്ഥമായിട്ട് 3 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ഉറങ്ങിയ രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അത്ഭുതകരമായി വിടുതൽ നൽകുന്ന ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനം. എന്നിട്ട് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്ഭുതങ്ങൾ കാണും. അതുപോലെ സ്നാപകയോഹന്നാൻ ഈശോയുടെ അടുത്തേക്ക് 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് ചോദിക്കുന്നു, വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ എന്ന് അന്വേഷിക്കുമ്പോൾ ഈശോ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവയെല്ലാം ചെയ്യുന്ന യോഹന്നാനെ അറിയിക്കുക. നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവയെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. എന്താണ് അവർ കണ്ടത്? എന്താണ് അവർ കേട്ടത്? അവരുടെ ജീവിതത്തിൽ അവർ കണ്ടത് എന്താ? കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖമാക്കപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇതാണ് അവർ കണ്ടത്. സ്നാപകന്റെ ശിഷ്യന്മാർ കണ്ടതാ. ഇവരത് ചെന്ന് സ്നാപകനോട് പറഞ്ഞു, ഇതാണ് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ നടക്കുന്നത് അത്ഭുത രോഗശാന്തികൾ, അത്ഭുത വിടുതലുകൾ, പൈശാചിക വീടുകളിൽ നിന്ന് വിടുതൽ, മരിച്ചവർ പോലും ഉയർപ്പിക്കപ്പെടുന്ന അനുഭവം. പ്രിയമുള്ളവരെ, അത് മതിയായിരുന്നു യോഹന്നാനെ വിശ്വസിക്കാൻ, ഇവൻ തന്നെയാണ് വരാനിരിക്കുന്ന ക്രിസ്തു എന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ വെച്ചൊരു സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഞങ്ങൾ നടത്തിയ ഒരു ധ്യാനത്തിൽ കൂടിയൊരു സഹോദരനാണ് എൻ്റെ നമ്പർ കൊടുത്തത്. ഇത് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ അടുത്ത് സിഡ്നിക്ക് അടുത്തൊരു സ്ഥലത്ത് ഒരു ഹോട്ടൽ തുടങ്ങി. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുകയായിരുന്നു. ഒരു പരഗതിയും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള സാധ്യത കിട്ടിയത്. ടൂറിസ്റ്റുകൾ ഒത്തിരി വരുന്ന സ്ഥലമാണ്. അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ രക്ഷപ്പെടും, ഒത്തിരിയേറെ ആളുകൾ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി തുടങ്ങി. അപ്പോൾ ഞങ്ങളവിടെ കട തുടങ്ങിയിട്ട് ഞങ്ങൾ കാണുന്നൊരു സംഭവം, എല്ലാവരും അടുത്തുള്ള ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലും ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലും മലേഷ്യൻ റെസ്റ്റോറൻറ്റിലും മറ്റുള്ള റെസ്റ്റോറൻറ്റുകളിലേക്ക് ഇങ്ങനെ ആളുകൾ കൂട്ടമായിട്ട് പോകുന്നു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് മാത്രം ആരും വരുന്നില്ല, ഞങ്ങളുടെ ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നില്ല. ഞങ്ങൾ രാവിലെ മുതലിരുന്ന് പ്രാർത്ഥനയാണ്. ആളുകളെ ജോലിക്ക് വെച്ചിട്ടുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കാൻ തികയുന്നില്ല, വാടക കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കെ ഈ കെട്ടിടം ലീസിന് കൊടുത്ത അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉടമ ഒരു ദിവസം വന്നു. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പോകുന്നു ബിസിനസ്? അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറഞ്ഞു. അദ്ദേഹം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. ഈ ബിസിനസ്സിന് വേണ്ടി അവർ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞു, നിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ബിസിനസ് നന്നാകും, നീ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, അടുത്ത 6 മാസത്തേക്ക് നീ എനിക്ക് വാടക തരണ്ട. അദ്ദേഹത്തിന് ആശ്വാസമായി, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടല്ലോ,
ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമല്ലോ. എന്നാൽ ഇനി 6 മാസം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ, ശമ്പളവും മറ്റു കാര്യങ്ങളും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഒരു ബ്രേക്ക് ഈവനിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരിങ്ങനെ പ്രാർത്ഥനാനിരതരായിരിക്കുമ്പോഴാണ് വേറൊരു സഹോദരൻ എൻ്റെ നമ്പർ കൊടുത്തത്. എന്നോട് വിളിച്ചിട്ട് ഈ വിഷമം പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തോട് പ്രാർത്ഥന ചോദിച്ചാൽ ഇദ്ദേഹം തുടങ്ങിയത്, മെസ്സേജ് എടുത്താൽ തുടങ്ങിയത്. പലരോടും പ്രാർത്ഥിച്ച് അവർ പറഞ്ഞു അനുഗ്രഹമാകും, പക്ഷേ തടസ്സമാണ്, ഒരു ഗതിയുമാകുന്നില്ല. 7-8 മാസമായിട്ട് അവർക്ക് വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ദൈവതിരുസന്നിധിയിൽ കർത്താവേ, നീ വാഗ്ദാനങ്ങൾ വിശ്വസന, ഈ മക്കളെ, ഇവരുടെ ബിസിനസ്സിനെ തകർക്കുന്നതായ ഇതിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ, പൈശാചിക പീഡകളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഫോണിലൂടെ. പ്രിയമുള്ളവരെ, അത്ഭുതം എന്ന് പറയട്ടെ, ആ സഹോദരൻ പറയുക, ദൈവത്തിൻ്റെ നാമത്തിൽ അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങനെ ആളുകൾ കടയിൽ വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് ബിസിനസ് കൂടി ഇന്ന് നല്ല നിലയിൽ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവർ, ഇവിടെയാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ തൻ്റെ ദൗത്യം ആരംഭിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറയുക, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം ഇവിടെ അന്വർത്ഥമായിരിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ ശക്തി. പ്രിയമുള്ളവർ, ഇതാണ് സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ കണ്ടത്. അതാണ് അവരുടെ ജീവിതത്തിൻ്റെ അത്ഭുതമായിട്ട് അവർ കണ്ടത്. അനേകരുടെ ജീവിതങ്ങളിൽ യേശു അത്ഭുത വിടുതൽ കൊടുക്കുന്ന കാഴ്ച അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. ഇന്നും കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് പ്രവർത്തന നിരതനാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയവനല്ല, ഇന്നും ജീവിക്കുന്നവനായ ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ അറിയണം. ഈ കർത്താവിന് മാത്രമേ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾ അഴിക്കാൻ പറ്റൂ, നമ്മളെ തളച്ചിട്ടിരിക്കുന്ന എല്ലാ അന്ധകാര പൈശാചിക പീഡകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ കഴിയൂ. ദൈവത്തിൻ്റെ ശക്തി, അപരിമേയമായ ശക്തി, ആ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വിടുതൽ നൽകുന്ന യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കണം. ദൈവ പൈതലായിട്ട് നമ്മൾ മാറണം. ദൈവ പൈതലായാൽ ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശം, ഒരപ്പന് മക്കളോടുള്ള ആ വലിയ സ്നേഹം, ആ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. ബന്ധനങ്ങൾ അഴിച്ച്, കെട്ടുകൾ അഴിച്ച് വിടുതൽ നൽകുന്നൊരു ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ആരാധനയിലൂടെയാണ് നമുക്ക് വിടുതൽ, അത്ഭുതകരമായ വിടുതൽ, അത്ഭുത രോഗശാന്തി. ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം, വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം, ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥനകൾ നടത്തണം, വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവ തേജസ് നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ബന്ധനവും നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല. ദൈവിക ശക്തി നമ്മളിൽ വ്യാപരിക്കും. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനത്തിൽ 16-ാം അധ്യായത്തിൽ പൗലോസും സീലാസും കാരാഗൃഹത്തിൽ ബന്ധനസ്ഥരായിരുന്നു. ആ ബന്ധനങ്ങളുടെ നടുവിൽ അവര് ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന രംഗം നമ്മൾ കാണുന്നില്ലേ? അവർ പറഞ്ഞിട്ടുണ്ടാകും, ഇപ്പോൾ നമ്മളൊരു വലിയ കൺവെൻഷന് മുമ്പിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർ പറഞ്ഞു, സീലാസ് പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മളൊരു പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തും, ദൈവത്തെ ആരാധിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് ചങ്ങലകളാ ബന്ധിക്കപ്പെട്ടിരിക്കുക. ഈ ചങ്ങലകളെല്ലാം കോട്ടിയിടിച്ച് അവർ കൈകൊട്ടി അവർക്ക് പറ്റുന്നത് പോലെ അവർ ദൈവത്തെ ആരാധിച്ചു. ദൈവ തിരുസന്നിധിയിൽ തേജസ്സോടെ അവർ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വലിയ ശക്തി ആ നിമിഷങ്ങളിൽ കടന്നു വരിക. കാരണം സ്വർഗം കണ്ടു. വേദനയുടെ നടുവിൽ, സഹനത്തിന് നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ബന്ധനത്തിന് നടുവിൽ ആരാധിക്കുന്ന ദൈവവൈദ്യങ്ങളെ അപ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ കണ്ടിട്ട് പറയുക, എനിക്ക് എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. സ്വർഗത്തിലെ ആരാധനയേക്കാൾ ഉപരി ഭൂമിയിലെ ആരാധനയ്ക്ക് ദൈവം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ അത്ഭുതകരമായി കടന്നു വന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പൗലോസും സീലാസും ഒക്കെ മോചിതരാകുന്ന ഒരു വലിയ ദൈവാനുഭവമാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ആ കാരാഗ്രഹത്തിൽ നിന്നുള്ളൊരു മോചനത്തിനുള്ള സാധ്യത അവരുടെ ജീവിതത്തിലേക്ക് തെളിഞ്ഞു വരികയാണ്. അവരുടെ ചങ്ങലകൾ അഴിഞ്ഞുപോയി, കെട്ടുകൾ അഴിഞ്ഞു, ബന്ധനം അഴിഞ്ഞു. അവർ സ്വതന്ത്രരാക്കപ്പെടുന്നു ആരാധനയിൽ. കാരണം എന്താ? അവരിൽ യേശു നിറഞ്ഞു നിന്നിരുന്നു. യേശുവിൻ്റെ ചൈതന്യം, യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ അഭിഷേകം അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനാ നിരതരാകണം. ഞാൻ ഓർക്കുന്നു, എനിക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു സഹോദരൻ, ഞാൻ UK മൈഗ്രേറ്റ് ചെയ്ത സമയത്ത് അവിടെ ചെന്നപ്പോൾ ഏറ്റവും അടുത്ത് പരിചയപ്പെട്ട ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. അവിടെ ചെന്ന് ഞങ്ങൾ കൂട്ടായ്മകളൊക്കെ പതുക്കെ ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരു കൂട്ടായ്മയിൽ ശുശ്രൂഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ സഹോദരൻ എന്നോട് പറഞ്ഞു നമുക്ക് ഒന്ന് വീട്ടിലേക്ക് പോകാം, വീട്ടിൽ പോയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു വരാം. അവിടെ വീട്ടിൽ ചെന്ന് പറയാൻ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ 1.5 വർഷക്കാലമായി, 16 മാസക്കാലമായിട്ട് ഞാൻ ലണ്ടനിൽ വന്നു. എനിക്ക് ഇതുവരെയും ഒരു ലൈസൻസ് കിട്ടിയിട്ടില്ല. ഞാൻ പല പ്രാവശ്യം ലൈസൻസിന് പോയി, ടെസ്റ്റിന് പോയി, കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഒരു ലൈസൻസ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു, പ്രാർത്ഥിക്കാനായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ കുടുംബത്തോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ
എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ? അപ്പോൾ പെട്ടെന്ന് ജീവിത പങ്കാളി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, അസ്വസ്ഥതയുണ്ട് ജിജിമോനെ എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞങ്ങൾ വളരെ അടുപ്പമാണ്. അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. ഒരിക്കലും നുണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആ സഹോദരനോട് പറയുക, സഹോദരിയും അവർ രണ്ടുപേരും കൂടെ പറയുക, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അസ്വസ്ഥതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ, ജീവിത പങ്കാളി പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നു മദ്യപിക്കാത്ത ഒരു ഭർത്താവിനെ കിട്ടണം. പക്ഷേ എനിക്ക് കിട്ടിയത് മദ്യപിക്കുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് ഈ സഹോദരൻ എന്നോട് പറയുക, ഞാൻ 12ാം ക്ലാസ്, അതായത് പ്രീ ഡിഗ്രി കാലഘട്ടം മുതൽ മദ്യപിച്ച് തുടങ്ങിയത്. ഒത്തിരിയേറെ പൈസ വീട്ടിൽ നിന്ന് കിട്ടുമായിരുന്നു. ആ പൈസയൊക്കെ ഉപയോഗിച്ച് ഞാൻ മദ്യപിച്ച് തുടങ്ങി. പല ധ്യാനങ്ങളും ഞാൻ കൂടി. എനിക്ക് യാതൊരു വിടുതലും കിട്ടുന്നില്ല. എനിക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഒരിക്കൽ അങ്ങോട്ട് അങ്ങ് തീരുമാനം എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ അന്ന് ചോദിച്ചു ആ സഹോദരനോട്, നിനക്ക് ആഗ്രഹമുണ്ടോ? ഇതിൽ നിന്ന്, ഈ ദുശീലത്തിൽ നിന്ന് പുറത്തു വരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? സഹോദരൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ആഗ്രഹമുണ്ടെങ്കിൽ ഈ രാത്രി പ്രാർത്ഥിക്കാം. അങ്ങനെ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സഹോദരൻ പൂർണ്ണമായിട്ടും ആ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ സജീവമായിട്ടെടുത്ത് പങ്കുചേർന്നുകൊണ്ട് ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഒരു തീരുമാനമെടുത്തു, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കില്ല. പക്ഷേ അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചു, നാളെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ എനിക്കത് കിട്ടണം. കിട്ടിയാൽ ഞാൻ ഇനി മദ്യപിക്കില്ല. ഞാൻ അദ്ദേഹത്തെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചു. അദ്ദേഹം ആരോടും ഈ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല. കാരണം പലരും അറിഞ്ഞു ഇദ്ദേഹം പല പ്രാവശ്യം പോയിട്ട് തോറ്റുപോകുക, നാണക്കേടായതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ടെസ്റ്റിന് പോയി, എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹം ടെസ്റ്റിന് പോയി. സാധാരണ ഇതിനു മുമ്പ് പോയ പല ടെസ്റ്റുകളിലും അദ്ദേഹം നന്നായിട്ട് ഡ്രൈവ് ചെയ്തിട്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പക്ഷേ അന്നത്തെ ദിവസം അദ്ദേഹം വണ്ടി ഓടിച്ച് കുറച്ചും കഴിഞ്ഞപ്പോഴത്തേനും 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന് വണ്ടി ഓഫായിപ്പോയി. വണ്ടി ഓഫായാൽ UK ആർക്കും പിന്നെ ലൈസൻസ് കൊടുക്കത്തില്ല. പക്ഷേ എങ്കിലും അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് 45 മിനിറ്റാണ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ 45 മിനിറ്റും ഡ്രൈവ് ചെയ്യിക്കും, എത്ര തെറ്റിച്ചാലും. അപ്പോൾ ഇവർ ഡ്രൈവ് ചെയ്യിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സൊക്കെ മടുത്തു, പോയല്ലോ, എന്നാലും വേണ്ടില്ല, ഓടിച്ചേക്കാന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം പോയി. അവിടെ ചെന്ന അവസാനം ഈ പേപ്പർ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കുക. അദ്ദേഹത്തിന് അറിയാം ഞാൻ തോറ്റുപോയി, ഏതായാലും ഫെയിലിയറായി. അത് കഴിഞ്ഞപ്പോൾ ഈ ടെസ്റ്റ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വന്നിട്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, കം ഇൻസൈഡ്, വി ഹാവ് ടു ടേക്ക് എ ഫോട്ടോഗ്രാഫ് അവിടെ നിന്ന് എടുത്ത് അദ്ദേഹത്തിന് ലൈസൻസ് എടുത്തു കൊടുത്തു. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ വണ്ടി ഓഫായിട്ട് പോലും ഈ സഹോദരൻ എനിക്ക് തന്നല്ലോ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ദൈവിക ശക്തി, കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് വലിയ ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു, ഇനിയുള്ള ജീവിതം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന, വിടുതൽ നൽകുന്ന, അത്ഭുതകരമായ എൻ്റെ ജീവിതത്തിൽ സ്പർശിക്കുന്ന എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. അങ്ങനെ അദ്ദേഹം ശേഷിച്ച കാലം മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. ഞാൻ അവിടെ UK ആയിരുന്ന കാലഘട്ടങ്ങളിൽ എവിടെയൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുന്നു, അന്ന് എൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം എപ്പോഴും വരുമായിരുന്നു. എന്നെ ഡ്രൈവ് ചെയ്ത് സഹായിക്കാനും ശുശ്രൂഷകളിൽ സഹായിക്കാനും ഒക്കെ. പിന്നീട് ഞാൻ അവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ അവിടുത്തെ കൂട്ടായ്മയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ നടത്തി. പിന്നീട് ഇപ്പോൾ ഷാലോമിൻ്റെ പബ്ലിക്കേഷൻ്റെ UK മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് സിബി എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, അത്ഭുതകരമായി വിടുതൽ നൽകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ തഴക്കദോഷങ്ങളെ, നമ്മുടെ ബന്ധനങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള പാപമേഖലകളെ, നമ്മുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന അടിമത്തത്തിൻ്റെ മേഖലകളെ മുഴുവനും മോചിപ്പിക്കുവാൻ കഴിയും എന്ന ഒരു സത്യം ഈ തിരുവചന സന്ദേശ സമയത്ത് നമ്മൾ ഗ്രഹിക്കണം. ആ ഈശോയിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം, അവരുടെ മുമ്പിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. അവരുടെ മുമ്പിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കും. പ്രകാശമായ യേശുവിന് മാത്രമേ അന്ധകാരത്തെ പ്രകാശമാക്കാൻ കഴിയുള്ളൂ. അന്ധകാരത്തിന് പ്രകാശത്തെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. ദുർഘടദേശങ്ങളെ നിരപ്പാക്കും. നിന്റെ ജീവിതം ദുർഘടമാണോ, നിന്റെ ജീവിതം പ്രതിസന്ധി നിറഞ്ഞതാണോ, അതെല്ലാം നിരപ്പാക്കി നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ്, തിരുവചനത്തിൻ്റെ മുമ്പിലാണ് ഈ സമയം നിങ്ങളായിരിക്കുന്നത്. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക. കാരണം യേശുവാണ് പ്രകാശം. അവൻ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്നു മറ്റൊരു സംഭവം കൂടി. കഴിഞ്ഞ നവംബർ മാസത്തിൽ ധ്യാനിപ്പിക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ ഒരു സ്ഥലത്ത് പോയതാണ്. അതിനു മുമ്പ് ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. ആ കുടുംബമാണ് അവിടെ ആ ധ്യാനം ക്രമീകരിക്കപ്പെട്ടത്. അവർ വർഷങ്ങളായി വിവാഹിതരായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ അവർ വിഷമിച്ചു. അങ്ങനെ ഒരു ദിവസം ആരോ നമ്പർ കൊടുത്ത് എന്നെ വിളിച്ചു. ഇവിടെ പറയുക, ഞങ്ങളിന്ന് IVF ചെയ്യാൻ പോവുകയാണ്. IVF സഭ നിരോധിച്ചിരിക്കുന്നതെന്നൊന്നും അവർക്കറിയത്തില്ല. വളരെ പ്രയാസത്തോടുകൂടി അവർ പറയുക. എന്നിട്ട് പറയുക, ഡോക്ടർമാർ പലരും പറഞ്ഞു 1000-1 IVF ശരിയാകാറുള്ളൂ, അതുകൊണ്ട് ഇതുപോലും നടക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ദൈവ തിരുസന്നിധിയിൽ ആ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ദൈവഹിതം മാത്രമേ നടപ്പിലാകാവൂ. ഇവരെ നിരാശപ്പെടുത്താനായിട്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ അന്നേരം പറഞ്ഞില്ല. അവർ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചത്. അവർ ഇത് കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, IVF ഫെയിലിയറായി.
ഞാൻ അവരോട് പറഞ്ഞു, പ്രിയമുള്ളവരെ, സഭ അനുവദിക്കുന്ന ഒരു കാര്യമല്ല. ദൈവതിരുസന് നമ്മൾ തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നല്ലേ തിരുവചനം പറയുന്നത്. നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കൊരു ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം. നമ്മുടെ ആ പ്രദേശത്തൊരു ധ്യാനമുണ്ടാണ്. അവർക്ക് ഇഷ്ടമായി. അവർ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി. അവർ കുറച്ച് പേരെ അവിടെ ആളുകളുള്ളൂ, 10-50 വീട്ടുകാരേ ഉള്ളൂ. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ധ്യാനത്തിനായിട്ട് ഞങ്ങൾ കടന്നു ചെന്നു. പ്രിയമുള്ളവർ, എല്ലാ കാര്യങ്ങളും, ധ്യാനത്തിൻ്റെ ക്രമീകരണങ്ങളും മുഴുവനും അവരാ ചെയ്തത്. എല്ലാ കാര്യങ്ങളും അവർ നടത്തി. അത്ഭുതകരമായി അവരുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരിക. ധ്യാനം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറയുക, ആ സഹോദരൻ വിളിച്ചിട്ട് പറയുക, ജീവിത പങ്കാളി പ്രഗ്നൻ്റാണ്. വൈദ്യശാസ്ത്രം നടക്കില്ല, ഇനി IVF അല്ലാതെ വേറെ മാർഗമില്ല എന്നവരോട് പറഞ്ഞതാ. എന്നാൽ ദൈവം ദുർഘടദേശങ്ങളെ നിരപ്പാക്കുമെന്ന് പറഞ്ഞ ദൈവം, അത്ഭുതകരമായി നിന്റെ ജീവിതത്തിന്റെ അന്ധകാരത്തെ എടുത്തുമാറ്റുമെന്ന് പറഞ്ഞ ദൈവം ഇതാ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായ യേശു കടന്നു വരുവാൻ നമ്മൾ അനുവദിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, 18 വർഷമായി കൂനുള്ള ഒരു സ്ത്രീ. അവള് കൂന് ബാധിച്ച് നടക്കുക. എല്ലാവരും സിനഗോഗിൽ വചനം കേൾക്കാൻ വന്നിരിക്കുക. വചനം കേൾക്കാനായിട്ട് വന്നിരിക്കും. ഇവള് മാത്രം കൂന് ബാധിച്ചിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. സിനഗോഗായിരിക്കാം, ശാലോമാകുന്ന ഈ ടിവിയുടെ മുമ്പിൽ, ഈ ചാനലിന്റെ മുമ്പിൽ നമ്മളിരുന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ മാത്രം അനുഗ്രഹം പ്രാപിക്കുന്നില്ല. കൂനുള്ള അവസ്ഥയാ. ജീവിതത്തിൽ പല പ്രാവശ്യം വചനം കേട്ടിട്ടും പല പ്രാവശ്യം ദൈവസന്നിധിയിൽ പോയിരുന്നിട്ടും അനുഗ്രഹം പ്രാപിക്കുന്നില്ല. വന്നതുപോലെ തിരിച്ചു പോകുന്നു. ഇന്ന് ഈ രാത്രിയിൽ പ്രിയമുള്ളവരെ, 18 വർഷക്കാലമായി കൂനുണ്ടായിരുന്ന ആ സ്ത്രീയെ സുഖപ്പെടുത്തിയ കർത്താവ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് പറയുക, ആ സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഫരിസേയരൊക്കെ ഈശോയെ കുറ്റപ്പെടുത്തി. അപ്പോൾ ഈശോ പറയുക, 18 വർഷക്കാലമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ ഈ മകളെ ഞാൻ മോചിപ്പിക്കേണ്ടതല്ലയോ? അബ്രാഹത്തിന്റെ ഈ മകളെ മോചിപ്പിക്കാനായിട്ടാണ് ഞാൻ കടന്നു വന്നത്. തലമുറകളെ നോക്കി അനുഗ്രഹിക്കുന്ന ദൈവം ഈ രാത്രി നിന്നെയും നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും വിടുവിക്കും. നിന്റെ ജീവിതത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ബന്ധന മേഖലകളിൽ നിന്ന് കർത്താവ് വിടുവിക്കും. 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഈ മകളെ കൂനുള്ള സ്ത്രീയെ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചുവെങ്കിൽ, പ്രിയമുള്ള സഹോദര സഹോദരി, ഈ തിരുസന്നിധിയിൽ നമ്മൾ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യ വിടുതൽ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും. നമ്മൾ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും യേശുവിൻ്റെ ദൈവപൈതലിൻ്റെ ഒരു വലിയ ദൈവാനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. യേശുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമെന്ന് ഏറ്റുപറയണം. പാപത്തെയും പാപ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിച്ച് ദൈവിക ചൈതന്യത്തിന് നിറവായി നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ കൊണ്ടുവരണം. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ മതിയായവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പരിഹാരമായവനാണ്. നമ്മുടെ ജീവിതത്തിൽ അടിമത്തവും ബന്ധനവും തരുന്ന പൈശാചിക ശക്തികളെ തകർക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുന്നു. ഇപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ട് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിലേക്ക് ദൈവത്തിന്റെ അപരിമയമായ ശക്തി കടന്നു വരാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ കരങ്ങൾ വിളിച്ചു പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കട്ടെ. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അവിടുത്തെ അത്ഭുത ശക്തി ഈ നിമിഷങ്ങളിൽ നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ മക്കള് ദൈവതിരുസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറങ്ങിയവർ കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടെ നിന്ന് കടാക്ഷിക്കുന്നു എന്നുള്ള അവിടുത്തെ വചനം കർത്താവെ ഈ മക്കളിൽ അന്വർത്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മക്കളെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. ഈ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക വീടുകളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. ഇവിടെ ജീവിതത്തിൽ അത്ഭുത വിടുതലുകൾ കൊടുക്കണമേ. രോഗശാന്തികൾ സംഭവിക്കട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. കർത്താവായ യേശുവെ, തിരുസഭയോട് ചേർന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ രൂപതാധ്യക്ഷൻ ബോസ്കോ പിതാവിനോട് ചേർന്ന്, പിതാവിൻ്റെ കൂട്ടായ്മയോട് ചേർന്ന് അധികാരപ്പെടുത്തിയിരിക്കുന്ന സകല വൈദികരുടെയും പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്ന് സഭയിലെ സകല വിശുദ്ധരായ വൈദികരോടും എല്ലാ ശുശ്രൂഷകരോടും ചേർന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക പീഡകളെയും എല്ലാ തിന്മയുടെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കർത്താവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. നിത്യ നരകാഗ്നി തള്ളുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.